കേരള സഭ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. വികസന പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന തലശ്ശേരി റെയിൽവേ സ്റ്റേഷനോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. തലശ്ശേരിയോടുള്ള നിരന്തരമായ റെയിൽവേ അവഗണനയിൽ പ്രതിഷേധിച്ച് തലശ്ശേരി വികസന വേദിയുടെ ആഭിമുഖ്യത്തിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് സംഘടിപ്പിച്ച ഏകദിന സൂചന നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്തര മലബാറിന്റെ തന്നെ സ്വപ്ന പദ്ധതിയായ നിർദ്ദിഷ്ട തലശ്ശേരി മൈസൂരു റെയിൽവേ പാത യാഥാർത്ഥ്യമാകുന്ന ഘട്ടം വരെ എത്തിയെങ്കിലും ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല. കേരളത്തിലെ 1/2 ഡസനോളം എ ക്ലാസ് സ്റ്റേഷനുകളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് 500 കോടി രൂപയ്ക്ക് മുകളിൽ അനുവദിച്ചപ്പോൾ 123 വർഷങ്ങൾ പിന്നിട്ട എ ക്ലാസ് സ്റ്റേഷനായ തലശ്ശേരി സ്റ്റേഷന് ഇതുവരെ അനുവദിച്ച 10 കോടിയിൽ താഴെയാണെന്ന് ബിഷപ്പ് പറഞ്ഞു. തലശ്ശേരി വികസന വേദി പ്രസിഡന്റ് KV ഗോകുൽദാസ് സമരത്തിന് അധ്യക്ഷത വഹിച്ചു. ആധുനിക കാലഘട്ടം നേരിടുന്ന വെല്ലുവിളികൾക്കുള്ള ഉത്തരം ക്രൈസ്തവ സഭകളുടെ ഐക്യവും സാക്ഷ്യവും നിർണയവുമാണെന്ന് ഡോക്ടർ തിയഡോഷ്യസ് മാർ തോമാ മെത്രാപ്പൊലീത്ത. നിലയ്ക്കൽ എക്യുമെനിക്കൽ ട്രസ്റ്റിന്റെ റൂബി ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവല്ല സെന്റ് ജോൺസ് കത്തീഡ്രലിൽ സംഘടിപ്പിച്ച വൈദിക സന്യാസ സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സങ്കീർണതകൾ നിറയുന്ന കാലത്ത് സഭകൾ ഒരുമിച്ചുള്ള ദൗത്യ നിർവഹണത്തിന് പ്രസക്തിയേറെയുണ്ട്. കാലം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനും സുവിശേഷ ദൗത്യ നിർവഹണം ഫലപ്രദമായി നിർവഹിക്കാനും സഭകൾ തമ്മിലുള്ള ഐക്യം സഹായകമാകുമെന്ന് മെത്രാപ്പൊലീത്ത അഭിപ്രായപ്പെട്ടു. ദളിത് ക്രൈസ്തവർക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ രാഷ്ട്രീയ ഭേദമന്യേ ഒന്നിച്ചു മുന്നേറണമെന്ന് KCBC SC/ST/BC കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഗീവർഗീസ് മാർ എഫ്രേം. KCBC SC/ST/BC കമ്മീഷന്റെ നേതൃത്വത്തിൽ DCMS രൂപത ഡയറക്ടർമാർക്കായി പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ക്യാമ്പിൽ ഫാദർ ജോയി സാമുവൽ DCMS, സംസ്ഥാന പ്രസിഡന്റ് ജെയിംസ് ഇലവുങ്കൽ, ഫാദർ ജോസൂട്ടി ഇടത്തിനകം തുടങ്ങിയവർ പേപ്പറുകൾ അവതരിപ്പിച്ചു. സമാപന സമ്മേളനത്തിൽ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഗീവർഗീസ് മാർ എഫ്രേം അധ്യക്ഷത വഹിച്ചു. സഭയിൽ ഉത്തമ നേതൃത്വത്തിന്റെ മകുടോദാഹരണമാകണം റവറ ഡോക്ടർ മാണി പുതിയിടമെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. റവറ ഡോക്ടർ മാണി പുതിയിടത്തിന്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി രൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ മുൻകാല ഭാരവാഹികൾ ഒരുക്കിയ ജൂബിലി കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിശ്വാസ പരിശീലന രംഗത്തും ചെറുപുഷ്പ മിഷൻ ലീഗ് യുവദീപ്തി സംഘടനകളുടെ രംഗത്തും ശക്തമായ നേതൃത്വമാണ് മാണിയച്ചൻ നൽകിയത്. അദ്ദേഹത്തിന്റേതായ വീക്ഷണവും ആധികാരികതയും പ്രവർത്തനങ്ങളെ വ്യക്തിത്വമാക്കി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഭയുടെ ഉറച്ച കോട്ടയെ അദ്ദേഹം നിലകൊണ്ടതായും കർദിനാൾ പറഞ്ഞു. വിശ്വാസ രൂപീകരണവും വിശ്വാസ പരിശീലനവുമാണ് സഭയുടെ പ്രധാന ലക്ഷ്യമെന്ന് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. പാലാ രൂപത പാസ്റ്ററൽ കൗൺസിൽ യോഗത്തിൽ സന്ദേശം നൽകുകയായിരുന്നു മാർ ജോസഫ് കല്ലറങ്ങാട്ട്. സഭയുടെ ഹൃദയത്തിൽ നിന്നാണ് സഭയുമായി ബന്ധപ്പെട്ട കൗൺസിലുകളും സുനഹദോസുകളും പ്രവർത്തിക്കുന്നത്. ഒന്നും മറയ്ക്കാതെ സമഗ്ര സ്വഭാവത്തിലുള്ള പഠനവും ചിന്തകളും വിലയിരുത്തലുമാണ് പാസ്റ്ററൽ കൗൺസിലുകളിലൂടെ ഉണ്ടാകേണ്ടതെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. രൂപത പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൗൺസിൽ വിലയിരുത്തി. പാസ്റ്ററൽ കൗൺസിൽ ചെയർമാൻ ഡോക്ടർ KK ജോസ് അധ്യക്ഷത വഹിച്ചു. കരുവഞ്ചാൽ YMCA കാരുണ്യസ്പർശം പേരിൽ വൃക്കരോഗികൾക്കായി ചികിത്സാ സഹായ പദ്ധതി ആരംഭിച്ചു. YMCA ഇൻഡോർ കോർട്ടിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയിലേക്കുള്ള ആദ്യ ഗഡുവായ 6 ലക്ഷം രൂപ കരുവഞ്ചാൽ YMCA നൽകാനായി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്ക് ദേശീയ ട്രഷറർ റിജി ജോർജ് കൈമാറി. മുനമ്പത്ത് മത്സ്യത്തൊഴിലാളി കുടുംബാംഗങ്ങളുടെ അവകാശം നിഷേധിച്ച് ഭൂമി കൈയടക്കാനുള്ള വഖഫ് ബോർഡ് നീക്കത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് വഞ്ചനാപരമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി. വില കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ കുടിയിറക്കാനുള്ള നീക്കം മനുഷ്യാവകാശ ലംഘനമാണ്. വിഷയത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ പക്ഷം ചേരാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കാത്തത് ഭീരുത്വമാണ്. ഈ വിഷയത്തിൽ ഇടതു വലത് രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് വ്യക്തമാക്കണം. മത്സ്യത്തൊഴിലാളികളെ ഇല്ലാതാക്കാൻ സംഘടിത ശ്രമം ഉണ്ടായിട്ടുണ്ടോ എന്ന് കേന്ദ്ര സർക്കാർ അന്വേഷിക്കണം. മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികളുടെ മനുഷ്യാവകാശ പ്രശ്നത്തിൽ കത്തോലിക്ക കോൺഗ്രസ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. മുനമ്പത്ത് ഉൾപ്പെടെ ഒരിടത്തും ഇത്തരത്തിലുള്ള അധിനിവേശം അനുവദിക്കില്ലെന്നും യോഗം പ്രഖ്യാപിച്ചു. വഖഫ് നിയമത്തിൽ കാലിക മാറ്റം വരുത്താനുള്ള നിയമ ഭേദഗതിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും യോഗം പ്രഖ്യാപിച്ചു. താമരശ്ശേരി രൂപതയുടെ പ്രവാസി അപ്പോസ്റ്റലേറ്റ് ഡയറക്ടറായി റവറ ഡോക്ടർ കുര്യൻ പൂരമഠത്തിലെ ബിഷപ്പ് മാർ റെമജിയോസ് ഇഞ്ചനാറിയിൽ നിയമിച്ചു. വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള താമരശ്ശേരി രൂപതാംഗങ്ങളെ ഒരുമിച്ച് കൂട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവാസി അപ്പോസ്റ്റലേറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. പ്രവാസികളായവർക്ക് താമരശ്ശേരി രൂപതയുമായുള്ള ബന്ധം ഊഷ്മളമാക്കാനും അവരുടെ ആധ്യാത്മിക കാര്യങ്ങൾ ക്രമീകരിക്കുവാനും കൂട്ടായ്മകൾ രൂപീകരിക്കുവാനും ഇതിലൂടെ കഴിയും. ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന ഭാഗമായ ശ്രേയസ് സ്ഥാപക ദിനാഘോഷവും 45ാമത് ജനറൽ ബോഡി യോഗവും നടത്തി. രൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് ഉദ്ഘാടനം ചെയ്തു.
മുഖ്യ വികാരി ജനറലും ശ്രേയസ് പ്രസിഡന്റുമായ മോൺസണൂർ സെബാസ്റ്റ്യൻ കീപ്പള്ളി കോറെപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കുകയും സ്ഥാപക ദിനാഘോഷത്തിന് പതാക ഉയർത്തുകയും ചെയ്തു. 46 വർഷമായി ഗ്രാമ പുനർനിർമ്മാണത്തിന് ശ്രേയസ് നൽകിയ സംഭാവനകൾ മഹത്തരമാണെന്ന് മോൺസണൂർ സെബാസ്റ്റ്യൻ കീപ്പള്ളി പറഞ്ഞു. പ്രകൃതി ദുരന്തങ്ങളുണ്ടായപ്പോൾ ശ്രേയസ് നടത്തിയ പ്രവർത്തനം മാതൃകാപരമാണ്. ശ്രേയസിന്റെ ശക്തിഗ്രാമമായ അടിസ്ഥാന വിഭാഗങ്ങളും അവർ ഉൾപ്പെടുന്ന ജനകീയ സ്ഥാപനങ്ങളുമാണെന്ന് മോൺസണൂർ സെബാസ്റ്റ്യൻ കീപ്പള്ളി പറഞ്ഞു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്യൂരിറ്റി ശേഖരൽ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടികൾ പോലും മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും ലഭ്യമാക്കുന്ന കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ ഭാവി കേരളം എത്ര ഭയാനകമാകുമെന്ന് ഊഹിക്കാവുന്നതാണെന്ന് മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത. റവറ ഡോക്ടർ ദേവസി പന്തലുകാരൻ മദ്യവിമോചന മഹാസഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ പൗരാവലി നൽകിയ ആദരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഹാസഖ്യം ജില്ലാ പ്രസിഡന്റ് തോമസ് കരുപ്പായി അധ്യക്ഷത വഹിച്ചു. സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ റവറ ഡോക്ടർ മാർട്ടിൻ കോളമത്ര മുഖ്യപ്രഭാഷണം നടത്തി. KCBC മധ്യവൃദ്ധ സമിതി സംസ്ഥാന മധ്യ മേഖല കമ്മിറ്റിയുടെയും മധ്യവൃദ്ധ ഏകോപന സമിതി കോതമംഗലം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിയുടെ വർദ്ധിച്ചു വരുന്ന ഉൽപാദനവും വിതരണവും ഉപയോഗവും നിയന്ത്രിക്കുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചെറിയ പള്ളിത്താഴത്ത് ലഹരിവിരുദ്ധ ബോധവൽക്കരണ കൂട്ടായ്മ നടത്തി. KCBC മധ്യവൃദ്ധ സമിതി രൂപതാ ഡയറക്ടർ ഫാദർ ജെയിംസ് ഐക്കറമറ്റും കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. KCBC മധ്യവൃദ്ധ സമിതി സംസ്ഥാന മധ്യമേഖലാ പ്രസിഡന്റ് ജെയിംസ് കോറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മദ്യനിരോധന സമിതി സംസ്ഥാന സെക്രട്ടറി വിൻസെന്റ് മാളിയേക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. കൃഷിഭൂമി ESC ആക്കാനുള്ള വഞ്ചനാപരമായ നീക്കം കർഷക സമൂഹം അനുവദിക്കില്ലെന്ന് കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ അതിരൂപത സമിതി. കേന്ദ്ര മാനദണ്ഡ പ്രകാരം ചതുരശ്ര കിലോമീറ്റർ 100-ൽ കൂടുതൽ ജനസംഖ്യയുള്ളതും 20% താഴെ വനഭൂമിയുള്ളതുമായ വില്ലേജുകൾ ESCയിൽ ഉൾപ്പെടില്ല. 6ാം ESC കരട് വിജ്ഞാപനത്തിലെ ഇത്തരം വില്ലേജുകളെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാനും അല്ലാത്ത വില്ലേജുകളിലെ വനഭൂമി സർവേ നമ്പർ അടിസ്ഥാനത്തിൽ കണ്ടെത്തി ESC വില്ലേജായി പുനർനാമകരണം നടത്തി അവ കേന്ദ്രത്തിന് സമർപ്പിക്കാനും സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. യഥാർത്ഥ വസ്തുതകൾ മറച്ചുവെച്ച് കൃഷിഭൂമി ESC ആക്കി മാറ്റുന്ന വഞ്ചനാപരമായ നിലപാട് അംഗീകരിക്കില്ലെന്നും കത്തോലിക്ക കോൺഗ്രസ് യോഗം വ്യക്തമാക്കി. കോവൽത്തോട്ടം സെയിന്റ് ആൻഡ്രൂസ് ദേവാലയത്തിലെ തിരുനാളോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പോർത്താസേലി പ്രദർശനം ജനശ്രദ്ധ ആകർഷിക്കുന്നു. ബൈബിൾ വിചിന്തനം അടിസ്ഥാനമാക്കിയും ലഹരിവിരുദ്ധ മുന്നേറ്റം മുഖ്യപ്രമേയമാക്കിയും എക്സൈസിന്റെ സഹകരണത്തോടെയാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. കൊല്ലം രൂപത മുൻ വികാരി ജനറൽ മോൺസണൂർ വിൻസെന്റ് മാച്ചാഡോ പ്രദർശനോദ്ഘാടനവും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PA അജയ്കുമാർ ലഘുലേഖ വിതരണവും നിർവഹിച്ചു. ഇടവക മതബോധന സമിതി, കത്തോലിക്ക യുവജന പ്രസ്ഥാനം എന്നിവരാണ് പ്രദർശനത്തിന് നേതൃത്വം നൽകുന്നത്. ലഹരിക്കെതിരെ ഉൾക്കാഴ്ച സാമൂഹ്യ പ്രതിരോധവും പ്രദാനം ചെയ്യുക പ്രദർശനം 29-ന് സമാപിക്കും. കേരളത്തിലെ ലത്തീൻ സഭയിലെ കേൾവി സംസാര പരിമിതരുടെ സംസ്ഥാന സമ്മേളനവും എഫാത്ത ഫോറത്തിന്റെ ഉദ്ഘാടനവും പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ വെട്ടുകാട് നടന്നു. ഡോക്ടർ ശശി തരൂർ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ പുരോഗതിക്കും യശസ് വരുത്തുന്നതിനും ഭിന്നശേഷിക്കാർ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഡോക്ടർ ശശി തരൂർ പറഞ്ഞു. എന്നാൽ അവർ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ അവരെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് സമൂഹവും ഭരണകൂടവും ആത്മപരിശോധന ചെയ്യണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. KRLCBC ഫാമിലി കമ്മീഷൻ ചെയർമാനും വിജയപുരം രൂപതാധ്യക്ഷനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കേത്തേച്ചേരിൽ അധ്യക്ഷത വഹിച്ചു. ഇക്കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഇന്ത്യ 71-ാം സ്ഥാനത്തെത്തിയപ്പോൾ പാരാലിമ്പിക്സിൽ 18-ാം സ്ഥാനം നേടാനായത് ഭിന്നശേഷിക്കാർ രാജ്യത്തിന് നൽകുന്ന സംഭാവന എത്രത്തോളമാണെന്നതിന് തെളിവാണെന്ന് ബിഷപ്പ് തെക്കേത്തേച്ചേരിൽ പറഞ്ഞു. പരിമല ഫാർമസി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ലോക ഫാർമസിസ്റ്റ് ദിനാചരണം നടത്തി. ആശുപത്രി CEO MC പൗലോസ് അച്ഛന്റെ സാന്നിധ്യത്തിൽ കൂടിയ ചടങ്ങിന്റെ ഉദ്ഘാടനം വൈദിക സംഘം സെക്രട്ടറി റവറ ഡോക്ടർ നൈനാൻ വി ജോർജും നിർവഹിച്ചു. യോഗത്തിൽ 10 വർഷത്തിലധികം പരിമല ആശുപത്രിയിൽ സേവനമനുഷ്ഠിച്ച സീനിയർ ഫാർമസിസ്റ്റുകളെ പരിമല ആശുപത്രി ഫിനാൻസ് കോർഡിനേറ്റർ ഫാദർ തോമസ് ജോയ്സൺ കോറെപ്പിസ്കോപ്പ അനുമോദിച്ചു. സീനിയർ കൺസൾട്ടന്റ് ന്യൂറോ സർജൻ ഡോക്ടർ ശ്രീകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മ്രാല സെന്റ് പീറ്റർ ആൻഡ് പോൾ ജ്ഞാനായ കത്തോലിക്ക ദേവാലയത്തിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് അതിരൂപതയുടെ അൽമായ സംഘടനയായ ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് മ്രാല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ ഒരു കുടുംബത്തിന് പുതിയ ഭവനം നിർമ്മിച്ചു നൽകി. KCC മ്രാല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 15 ലക്ഷം രൂപ സമാഹരിച്ചാണ് ഭവനം നിർമ്മിച്ചത്. വീടിന്റെ വെഞ്ചരിപ്പ് കർമ്മം കോട്ടയം അതിരൂപതയുടെ വികാരി ജനറലും ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസിന്റെ ചാപ്ലൈനുമായ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് നിർവഹിച്ചു. വചനവർഷത്തോടനുബന്ധിച്ച് ബത്തേരി രൂപതയിലെ വൈദികർക്ക് പരിശീലനം നൽകി. പരിശീലന ക്ലാസ് അഭിമന്യ ജോസഫ് മോർ തോമസ് പിതാവ് ഉദ്ഘാടനം ചെയ്തു. അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് പിതാവ് ക്ലാസിന് നേതൃത്വം നൽകി. പരിമല സെയിന്റ് ഗ്രിഗോറിയസ് യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പരിശുദ്ധ ബേസിലിയസ് മാർത്തോമ പൗലോസ് തിതിയൻ കാതോലിക്ക ബാവയുടെ സ്മരണാർത്ഥം
അഖില മലങ്കര ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സുനഹദോ സെക്രട്ടറിയും നിരണം മദ്രാസൻ അധിപനുമായ അഭിമന്യ ഡോക്ടർ യുവന്നാനോർ മാർ ക്രിസ്താമോസ് മെത്രാപ്പൊലീത്ത മത്സരം ഉദ്ഘാടനം ചെയ്തു. പ്രസ്ഥാനം പ്രസിഡന്റ് KV പോൾ റമ്പാൻ അധ്യക്ഷത വഹിച്ചു. ലോക ഫാർമസിസ്റ്റ് ദിനാചരണത്തിന്റെ ഭാഗമായി അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഫാർമസിസ്റ്റുകൾ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി ലോകാരോഗ്യ ആവശ്യങ്ങളിൽ ഫാർമസിസ്റ്റുകളുടെ പങ്കിനെ അടിസ്ഥാനമാക്കി ഫ്ലാഷ് മോബും റാലിയും ബലൂൺ റിലീസിംഗും നടത്തി. ഫാർമസിസ്റ്റുകളെ അഭിനന്ദിച്ചുകൊണ്ട് ജോയിന്റ് ഡയറക്ടർ ഫാദർ ജെയ്സൺ മുണ്ടൻ മാണി CMI സംസാരിച്ചു. 170 അംഗങ്ങളുള്ള അമല ഫാർമസി സ്റ്റാഫ് അംഗങ്ങൾക്ക് വെൽനസ് പരിപാടികളും നടത്തി. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.